പൊതുവെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിലും കസേര അധികാരത്തിന്റെ പ്രതീകമാണ്. സഭാതലത്തിൽ പോലും കസേരയ്ക്ക് വേണ്ടിയുള്ള വടംവലിയും ചരടുപിടുത്തവും ചാക്കിടലും ഒട്ടും കുറവല്ലല്ലോ. യേശുവിനെ കർത്താവായി ഏറ്റുപറഞ്ഞ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഈ ഏറ്റുപറച്ചിൽ ഒരു കസേര കൈമാറ്റം ആണെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഈ ഏറ്റുപറച്ചിലിന്റെ ഗൗരവം നാം മനഃപൂർവ്വം മറന്നു കളഞ്ഞിരിക്കുകയല്ലേ? അതിനോടുള്ള പ്രതികരണത്തെ പറ്റി നാം ചിന്തിക്കാറുണ്ടോ? നമ്മുടെ തീരുമാനങ്ങളിൽ യേശുവിന് നാം കൊടുക്കുന്ന കർത്തൃത്വം എത്ര? അവൻ സ്വന്തം രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നമ്മുടെ മേൽ പൂർണ്ണ അധികാരവും അവകാശവും അവനുണ്ട്. പക്ഷെ നാം അത് ഓർക്കാറില്ല. നമ്മുടെ തീരുമാനങ്ങളിൽ കൈകടത്താൻ അനുവദിക്കാതെ അവനെ തള്ളി പുറത്താക്കിയല്ലേ നാം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ കർത്തൃത്വം നമ്മുടെ നാഥന് കൊടുക്കാൻ ഈ ചെറിയ സ്കിറ്റ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ അവതരിപ്പിക്കുന്നു അധികാര കസേര. ഇതൊരു പ്രത്യേക സ്റ്റൂളാണ്. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ട്. ശരിക്കും അങ്ങനെ തന്നെയാണോ? അതെ കർത്താവേ, ഇനി മുതൽ അങ്ങ് ഇവിടെ ഇരിക്കും. നീ എന്തിനാ ഈ സ്റ്റൂൾ എനിക്ക് തരുന്നത്? കാരണം അങ്ങയുടെ തീരുമാനങ്ങളെല്ലാം ഏറ്റവും ലളിതമായതുകൊണ്ട് എന്റെ തീരുമാനങ്ങളെല്ലാം അങ്ങ് എടുക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നാട്ടെ. അത് നല്ല കാര്യമായി പോയി. അതിലെനിക്ക് പ്രസാദമുണ്ട്. ഉറപ്പാണല്ലോ? ഉറപ്പാ കർത്താവ്. എടി ജോയ്സി, എനിക്കൊരു സാലറി കിട്ടിയ ദിവസമാണ്. നമുക്ക് ഷോപ്പിങ്ങിന് പോയാലോ? പക്ഷെ നിന്റെ ഹസ്ബൻഡിന് കുറെ നാളായല്ലോ സാലറി കിട്ടിയിട്ട്. എനിക്ക് സാലറി കിട്ടിയവർ അങ്ങനെ അറിയണ്ട. നമുക്ക് ലുള്ളു വരെ ഒന്ന് പോവാം. കുറച്ച് ഓഫർ ഉണ്ടെന്നാ കേട്ടെ. വേണ്ട, പോവണ്ട. വേണ്ടെന്ന്. എന്താ അങ്ങനെ? അല്ല, വീട്ടിൽ ചെന്നാലേ എനിക്കറിയാം ഞാൻ ഫ്രീ ആണോ അല്ലേ. അപ്പം ശരി, നീ ഒന്ന് വൈകിട്ട് വിളിക്കണേ. ജോയ്സി, ഇതെന്താ? എന്ത്? ഈ കസേര നോക്കിയേ, എനിക്കിരിക്കാൻ പകുതി സ്ഥലമേ ഉള്ളൂ. നീയല്ലേ കുറച്ചു മുമ്പ് എനിക്ക് തന്നത്? അതെ, ഈ കസേര ഇരിക്കുന്നവരല്ലേ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അങ്ങനെ തന്നെ കർത്താവ്. പിന്നെന്ത് പറ്റി? കർത്താവ് എല്ലാം പെട്ടെന്നായപ്പോ. ഇല്ല കർത്താവ്, കർത്താവ് ഇവിടെ ഇരുന്നാട്ടെ. ഉറപ്പാണോ? ആ, ഉറപ്പാ. കഴിഞ്ഞെല്ലാം പോട്ടെ, സാരമില്ല. പക്ഷെ നീ അല്പം ടെൻഷനിലാണെന്ന് തോന്നുന്നു. ടെൻഷൻ അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക്. പിന്നെ അല്ല കർത്താവെ, സംഗതികളുടെ കിടപ്പ് കർത്താവ് പറഞ്ഞാൽ മനസ്സിലായില്ല. എന്നെ പോലെ എല്ലാം അറിയുന്നതായിട്ട് വേറെ ആരുമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിന്റെ നിഗമനങ്ങളാണ് നിന്റെ തീരുമാനങ്ങൾ. കർത്താവെ, ടെൻഷൻ അടിക്കുമ്പോൾ ഒത്തിരി കാര്യം വിചാരിക്കാനുണ്ട് കർത്താവെ. എന്നാലും നീ ഒത്തിരി ടെൻഷനാണല്ലോ. ടെൻഷൻ അങ്ങനെയൊന്നും ഇല്ല കർത്താവെ. ഇത് ശരിയാവില്ല ജോയ്സി. എന്ത് ശരിയാവില്ല? നമുക്ക് രണ്ടു പേർക്കും ഈ കസാര ഇരിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ. അല്ല കർത്താവ്, അത് പെട്ടെന്നായപ്പോ എല്ലാം. ഇന്ന കർത്താവെ, എനിക്കിത് വേണ്ട. നീ ഇത് എനിക്ക് എടുത്തു തരണം. ഞാൻ വിചാരിച്ചില്ല, വിഷമമായിരിക്കും. ഞാൻ ശ്രമിക്കാൻ കർത്താവ്. തീരുമാനിക്കാനുള്ള സമയമാണ് ജോയ്സി. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. എനിക്ക് പറ്റില്ല. യെസ് ജോയ്സി, നീ അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. നീ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നീ തീരുമാനിച്ചു കഴിഞ്ഞു. കർത്താവിന് കൊടുക്കാമെന്ന് പറയും. തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമാകുമ്പോൾ നമ്മൾ കർത്താവിനെ തള്ളി പുറത്താക്കിയാണ് ചെയ്യാറ്. നമ്മുടെ തീരുമാനങ്ങളിൽ കർത്താവിനുള്ള പങ്ക് എന്താണ്? കർത്താവ് ഒരു ഷെയർ ഹോൾഡർ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പൂർണ്ണ തീരുമാനങ്ങൾ, അതാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്.